വാടകയ്ക്ക് നൽകിയ ഭൂമിയിലെ മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട വസ്തുവിന് നികുതി കുടിശ്ശികയായതോടെ നിയമക്കുരുക്കിലായിരിക്കുകയാണ് തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിയായ കർഷകൻ. നികുതിയുടെ കാര്യത്തിൽ ടവർ ഉടമകളായ കമ്പനിയും പഞ്ചായത്തും തമ്മിൽ നിയമ പോരാട്ടം നടക്കുന്നതിനിടെയാണ് കർഷകന് നികുതി കുടിശ്ശികയുടെ പേരിൽ ജപ്തി നോട്ടീസ് ലഭിച്ചത്. 20 വർഷം മുൻപാണ് കരിമണ്ണൂർ സ്വദേശിയായ വിൻസെന്റ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മൊബൈൽ കമ്പനിയുടെ ടവർ സ്ഥാപിക്കാൻ 8 സെന്റ് ഭൂമി വാടകയ്ക്ക് നൽകിയത്. 2015 റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ടവറിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തു. 2014 മുതലുള്ള വസ്തുനികുതി പഞ്ചായത്തിൽ കുടിശ്ശികയാണ്. നികുതി അടവുമായി ബന്ധപ്പെട്ട് ദേശീയ കമ്പനി ട്രൈബ്യൂണലിൽ നിയമ നടപടികൾ തുടരുന്നതിനിടെയാണ് വിൻസെന്റിനെ രണ്ടാം കക്ഷിയാക്കി നികുതി അടയ്ക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. ഇതിന് പിന്നാലെ വീടുൾപ്പെടുന്ന 44 സെന്റ് സ്ഥലം ജപ്തി ചെയ്യാനുള്ള റവന്യൂ വകുപ്പിന്റെ നോട്ടീസും ലഭിച്ചു. 20 വർഷത്തിലുള്ള ഒരിക്കൽ പോലും ഞാൻ പൈസ അടയ്ക്കണമെന്നും പറഞ്ഞൊരു നോട്ടീസ്, ഒരു സാധാരണ നോട്ടീസ് പോലും ഒരിക്കൽ പോലും എനിക്ക് വന്നിട്ടില്ല. ഇവർക്ക് പല പ്രാവശ്യമായിട്ട് പൈസ അടയ്ക്കാനുണ്ട്. ഇവർ കൃത്യമായ രീതിയിലുള്ള നികുതി നിർണ്ണയിച്ചെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. അതിന് കമ്പനി സ്റ്റേയും വാങ്ങിയിട്ടുള്ളതാണ്. ആ സ്റ്റേ എല്ലാം നിലനിൽക്കത്തതാണ് ഇവർ എൻ്റെ പേരിലേക്ക് 5,60,60,000 രൂപയിലധികം അടയ്ക്കാനുള്ള തുകയിൽ 30,000 രൂപ മാത്രം ഞാൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജപ്തി. ടവർ നിൽക്കുന്ന സ്ഥലത്തിന് വസ്തുനികുതി ഏർപ്പെടുത്തിയതിൽ അശാസ്ത്രീയതയില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് വിൻസെന്റിന് നോട്ടീസ് നൽകിയത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തന്നെയാണെന്നും ഭരണസമിതി പറയുന്നു. ഉടമ അല്ലെങ്കിൽ ആ റിലയൻസ് കമ്പനിക്കാർ അത് അടച്ചില്ല എങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിയായ ഭൂവുടമ, അതാണ് സെക്കൻഡ് പാർട്ടി, അവരുടെ നേരെ നടപടിയുമായിട്ട് പഞ്ചായത്തിന് പോകാം. ടാക്സ് അടപ്പിക്കാനുള്ള ആ റൂൾ വെച്ചാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. സ്വന്തം ഭൂമിയിൽ യാതൊന്നും ചെയ്യാനാകാത്ത വിധം നിയമത്തിന്റെ നൂലാമലകൾക്കിടയിൽപ്പെട്ട് കുഴങ്ങുകയാണ് ഈ കർഷകൻ. 24 തൊടുപുഴ.